ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരായത്ത് ആയത്തുൽ കുർസി, അതാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അഫ്ളലു മാഫിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅ്തിയ ആയത്തുൽ കുർസി മിൻ തഹ്തിൽ അർശി. ആയത്തുൽ കുർസി അള്ളാഹു എനിക്ക് ഇറക്കി തന്നിരിക്കുന്നത് അർശിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ്. ആയത്തുൽ കുർസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വഫീ കുല്ലി കലിമത്തിൻ ഖംസൂന ബറക്ക. ഓരോ കലിമത്തിനും 50 ബറക്കത്ത് അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുൽ കുർസിക്ക് ഇത്രയും അധികം മഹത്വമുണ്ടാവാനുള്ള കാരണം ലിമസ്തമലത്ത് അലൈഹി മിനൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല. അതിൽ അള്ളാഹുവിൻ്റെ അത്യുന്നതമായ അസ്മാഉൽ ഹുസ്നയും അതുപോലെ തന്നെ അത്യുന്നതമായ സിഫത്തുകളും അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആയത്തുൽ കുർസിക്ക് ഇത്രയും വലിയ മഹത്വമുണ്ടാവാനുള്ള കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയത്തുൽ കുർസി പതിവാക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതുവരെ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവാക്കിയാൽ, ആയത്തുൽ കുർസി പതിവാക്കുന്നവന്റെ ഗുണങ്ങളിൽ എണ്ണുന്നതിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുന്നവന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മറയില്ല, മരണമല്ലാതെ എന്നുള്ളതാണ്. അപ്പോൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന് സ്വർഗപ്രവേശനം നിർബന്ധമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് നിത്യജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് സ്വർഗം കിട്ടാൻ ഈ ഒരു ആയത്തുൽ കുർസി പതിവാക്കിയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എല്ലാവർക്കും ഇത് കൃത്യമായി പതിവാക്കാൻ കഴിയുകയില്ല. ഇത് കൃത്യമായി പതിവാക്കാൻ കഴിയുന്ന 3 വിഭാഗം ലം യുഹാഫിള് അലൈഹ ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ആബിദുൻ. ഒന്നിരിക്കൽ ഇത് നിത്യമായി പതിവാക്കാൻ കഴിയുക നബിമാർക്കാണ്, അതല്ലെങ്കിൽ സിദ്ദീഖ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമ. മറ്റൊന്ന്, ആയത്തുൽ കുർസിയുടെ മറ്റൊരു ഗുണം പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരാണല്ലോ. മൻ ഖറഅഹാ ഇൻദ ഖുറൂജിഹി മിൻ ബൈതിഹി കാന ഫീ ളമാനില്ലാഹി ഹത്താ യർജിഅ. വീട്ടിൽ നിന്ന് നാം ഇറങ്ങുമ്പോൾ വാതിലിൻ്റെ അവിടെ നിന്ന് ഈ ആയത്തുൽ കുർസി പതിവാക്കി കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയുടെ പ്രത്യേകതകൾ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ കുരിഹത്ത് ഫീ ദാരിൻ ഇല്ലാ ഹജറത്തി ശയാത്തീനു സലാസീന യൗമ. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി പതിവാക്കിയാൽ 30 ദിവസം അവിടേക്ക് ശൈത്താൻ വരികയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഗുണം ആയത്തുൽ കുർസി പതിവാക്കിയാൽ മൻ ഖറഅഹ ഇദാ അഹല മൽജഅഹു അലാ അമിന അലാ നഫ്സിഹി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ മേൽ അത് നിർഭയമാണ്, എല്ലാ ആഫത്തുകളിൽ നിന്നും അവന് സംരക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൻ്റെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന ഈ ആയത്തുൽ കുർസി മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, യാ അലി അല്ലിംഹാ വലദക വ അഹ്ലക വ ജീറാനക ഫമാ നസലത് ആയത്തുൻ അഅ്ലമു മിൻഹാ. അലിയാർ തങ്ങളെ, ഈ പരിശുദ്ധമായ ആയത്തിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അയൽവാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫമാ നസലത് ആയത്തുൻ അഅ്ലമു മിൻഹാ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരായത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടില്ല അലിയേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളോട് പറയുകയുണ്ടായി. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തുൽ കുർസിക്ക് അത് ഓതിയാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ഈ ഗുണങ്ങളൊക്കെ നമുക്കും നമ്മുടെ അഹ്ലീങ്ങൾക്കും തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.